ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ പാലക്കാട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നാട്ടിൽ ഉത്സവം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. ഏകദേശം ഒരു 1 month ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട്. പക്ഷേ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മളിതാ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എലത്തൂരിൽ നിന്നായിരുന്നു കേട്ടോ നമ്മൾ ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നത്. 7:40 നമ്മുടെ ട്രെയിന്. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിലും ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. അത് സ്വാഭാവികമാണല്ലോ. അങ്ങനെ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒറ്റപ്പാലത്ത് ട്രെയിൻ ഇറങ്ങിയിട്ടു. അവിടെ നിന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ കൂത്താമ്പള്ളി AR ഹാൻഡ്ലൂംസിലായിരുന്നു കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. യൂട്യൂബിലുള്ള ഷോർട്സും വീഡിയോസൊക്കെ കണ്ടിട്ടായിരുന്നു കേട്ടോ നമ്മളിതാ പാലക്കാടുള്ള ഈ ഒരു AR ഹാൻഡ്ലൂംസിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടൈപ്പ് ഓഫ് സാരീസും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റേറ്റിന് സാരീസ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല അഫോർഡബിൾ റേറ്റിനായിരുന്നു നമുക്ക് അവിടുന്ന് ഓരോ സാരീസും കിട്ടിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അവിടുത്തെ ക്വാളിറ്റി ആണെങ്കിലും അത്രയും അടിപൊളിയായിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഈ ഒരു സാരിക്കൊക്കെ വരുന്ന റേറ്റ് വെറും 1000-ന് താഴെയാണ്. എനിക്ക് അവിടുന്ന് ഇഷ്ടപ്പെട്ട സാരികളിൽ ഒരു സാരിയാണിത് ഈ കാണുന്ന ഈ ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ മിക്സ്ഡ് ആയിട്ടുള്ള ഈ ഒരു കളറും പിന്നെ ആ ഒരു ബ്ലൂ കളറും കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് പട്ട് സാരീസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് വരുന്നതും പിന്നെ അതല്ലാതെ കുറച്ച് സെയിം കളേഴ്സ് ആയിട്ടുള്ള കുറച്ച് സാരീസ് ആയിരുന്നു കേട്ടോ നമ്മൾ നോക്കിയത്. അങ്ങനെ അവിടുന്ന് കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് ബ്രൈഡ്സിൻ്റെ സെക്ഷനിലേക്ക് ആയിരുന്നു കേട്ടോ പോയത്. അവിടെ നല്ല അടിപൊളി പട്ട് സാരീസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ മോഡൽ അംബാനി സാരീസും അങ്ങനത്തെ പല മോഡൽ സാരീസും അവിടെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് അവിടുത്തെ കസ്റ്റമർ സർവീസ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കാരണം നമുക്ക് എല്ലാ സാരീസ് സെലക്ട് ചെയ്യാനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഈ ഒരു ചേച്ചിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായത് സെറ്റ് സാരീസ് വാങ്ങാനായിരുന്നു. ഇത്രയും കൂടുതൽ സെറ്റ് സാരീസിൻ്റെ കളക്ഷൻ കാണുന്നത് ഞാൻ ഈ ഒരു ഷോപ്പിൽ പോയപ്പോഴായിരുന്നു കേട്ടോ. പ്രിൻ്റ് വരുന്നതും കസവ് വരുന്നതും കസവിൽ തന്നെ കളർ ചേഞ്ചസ് വരുന്നതായിട്ടുള്ള കുറേ ടൈപ്പ് ഓഫ് കളക്ഷൻസ് ഞാൻ അവിടെ നിന്ന് കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ കണ്ണിലൊടക്കിയൊരു സാരി ആയിരുന്നു കേട്ടോ. ഈ ഒരു തുളസിക്കതിരിൻ്റെ ഈ ഒരു സാരി. അങ്ങനെ അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങാൻ നിൽക്കുമ്പോഴായിരുന്നു എൻ്റെ അടുത്ത് ഒരാൾ വന്ന് സംസാരിച്ചത്. അവർക്ക് അവരുടെ ഓരോ കസ്റ്റമേഴ്സും എത്രത്തോളം വിലപ്പെട്ടതാണെന്നുള്ളത് എനിക്ക് അപ്പോഴായിരുന്നു കേട്ടോ മനസ്സിലായത്. ഈ ഒരു ചേട്ടനെ പലർക്കും യൂട്യൂബിലെ വീഡിയോസിൽ കണ്ടിട്ട് പരിചയം ഉണ്ടാവുമായിരിക്കുമല്ലോ. ഞങ്ങൾ അവിടുന്ന് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴായിരുന്നു കേട്ടോ ഞങ്ങളെടുത്ത് വന്ന് സംസാരിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു ഷോപ്പിംഗ്? ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഷോപ്പിൻ്റെ ഓണർ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളോട് വന്നിട്ട് കളക്ഷൻസ് ഇഷ്ടമായോ അവിടുത്തെ സർവീസ് ഇഷ്ടമായോ എന്നൊക്കെ വന്നിട്ട് പേഴ്സണലി വന്ന് ചോദിക്കുന്നത്. ഞങ്ങളോട് മാത്രമല്ല അവിടെ വന്നിട്ടുള്ള ഓരോ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും ഈ ചേട്ടൻ പോയി സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മാത്രമല്ല എനിക്കൊരു കുഞ്ഞ് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ 1K പോലും തികയാത്ത എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി കൂടെ ഈ ഏട്ടൻ സംസാരിക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ അവിടുത്തെ സർവീസിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് നിന്നത് ഈ ഒരു ചേച്ചിയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.